ദർശനത്തിന്റെ ഉദാത്തമായ വഴി കാണിച്ചു കൊടുത്ത് ഉത്കൃഷ്ട മതത്തിന്റെ വാക്താക്കളാക്കി മാറ്റിയത് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു മനുഷ്യൻ ജനനം മുതൽ മരണം വരെ ചെയ്യേണ്ട സർവ്വവിധ കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് ഒരു ഉത്തമമായ മാതൃക കാണിച്ചിട്ടാണ് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. അല്ലാഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇന്ന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകരിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃകയാണ് മുസ്ലിം ലോകം ഇന്ന് പിൻപറ്റേണ്ടത്. നാം ഒന്ന് നമ്മുടെ ചുറ്റും കണ്ണോടിച്ചു നോക്കൂ. ഈ ആധുനിക മുസ്ലിമിനെ കുറിച്ച് പ്രശസ്ത ചിന്താകൻ ഡോക്ടർ ബെർണാഡ് പറഞ്ഞത് എന്താണ്? ഇസ്ലാം ഇസ് ദ ബെസ്റ്റ് റിലീജിയൻ ബട്ട് മുസ്ലിംസ് ആർ വേഴ്സ്. ഇസ്ലാം ഏറ്റവും നല്ലൊരു മതമാണ്, പക്ഷേ മുസ്ലിംന്റെ സംസ്കാരം വളരെ മോശമാണ്. നാം നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് നിന്ന് ആലോചിച്ച് നോക്കൂ. മൗലാന മുഹമ്മദ് അലി ജൗഹർ, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെയുള്ള പല പ്രവാചക പ്രേമികളെയും മൺമറിഞ്ഞു പോയ മണ്ണിലാണ് നാം ജീവിക്കുന്നത്. ബ്രിട്ടീഷ് കോടതിയിൽ പ്രവാചകന്റെ പേര് ഉച്ചരിക്കുന്നതിന് വിലക്ക് കൽപ്പിച്ചപ്പോൾ ആ ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി പ്രവാചകരുടെ പേര് 3 വട്ടം ആവർത്തിച്ച് പറഞ്ഞു, ഇനി 30 അല്ല 300 തവണ വേണമെങ്കിലും ഞാൻ എന്റെ പ്രവാചകരുടെ പേര് പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ സ്വന്തമാക്കി വെട്ടിക്കൊന്നു കളയാം, പക്ഷേ എന്റെ നാട്ടിൽ നിന്നും വരുന്ന അവസാന വാക്ക് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമായിരിക്കുമെന്ന് പറഞ്ഞ് ഈഴറ്റ പോലെ പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഇന്ന് ഈ ലോകത്ത് നമ്മുടെ മുസൽമാന്റെ സംസ്കാരം നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇസ്ലാമിന്റെ സംസ്കാരത്തെ പൂർണ്ണമായി മറന്നുകൊണ്ടാണ് നമ്മുടെ മുസൽമാന്റെ ഇന്നത്തെ നടപ്പും മറ്റുള്ള കാര്യങ്ങളും. പ്രത്യേകിച്ചും കേരള മുസൽമാൻ ഇന്ന് തികച്ചും യൂറോപ്യൻ സംസ്കാരത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടിമപ്പെടലിന് ഈ കേരളീയ മുസൽമാനെ അല്ലാഹു തആല പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ആ പരീക്ഷണത്തിൽ വീണുപോകാതെ ഇസ്ലാമിന്റെ തനതായ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിന്റെ അടിയൊഴിച്ചെന്ന് വിശ്വസിച്ച്, നമ്മുടെ മതത്തിൽ അടിയൊഴിച്ച് വിശ്വസിച്ച് നമ്മുടെ സംസ്കാരം കൈകൊണ്ടുകൊണ്ട് നാം ജീവിക്കാൻ നമുക്ക് കഴിയണം. പടിഞ്ഞാറിന്റെ ശത്രുക്കൾ ഇസ്ലാം മതം മാത്രമാണ്. അപ്പോൾ നാം ആ സംസ്കാരത്തെ ഒരിക്കലും പിന്തുടരാൻ പാടില്ല. നാം ആ സംസ്കാരത്തെ ചവറ്റുകൊണ്ടയിലിട്ടുകൊണ്ട് ചവറ്റുകൊണ്ടയിലേക്കാണ് നാം വിടേണ്ടത്. ലോകത്തിലെ പല ചിന്തകാരന്മാരും പറയുന്നത്, ലക്ഷക്കണക്കിന് ചിന്തകാരന്മാർ പറയുന്നു, ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല സംസ്കാരം ഇസ്ലാമിന്റേതാണ്, മുഹമ്മദിന്റേതാണ്. എന്നിട്ടും നാം ഈ സംസ്കാരത്തെ വിട്ടുകൊണ്ട്, മുഹമ്മദിന്റെയും ഇസ്ലാമിന്റെയും സംസ്കാരത്തെ വിട്ടുകൊണ്ട് യൂറോപ്യൻ സംസ്കാരത്തെ പിടിക്കുന്ന നാം നമ്മുടെ ഉള്ളിലുള്ള ആ ഇസ്ലാമിനോടുള്ള ആ ഒരു സ്നേഹം എത്രത്തോളം മരവിച്ചു പോയി എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ സംസ്കാരത്തെ കെട്ടിപ്പുണർന്ന് ആ സംസ്കാരത്തിൽ അടിയുറച്ച് പ്രവർത്തിച്ചുകൊണ്ട് നാം മുന്നേറണം. ഇൻഷാ അല്ലാഹ് ഇസ്ലാമിന്റെ സംസ്കാരത്തെ മാത്രം നാം ആ സംസ്കാരത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെ, ഇസ്ലാം പരിശുദ്ധമാണ്, പരിപാവനമാണ്.